സ്റ്റുഡൻസ്, എല്ലാവരും കെമിസ്ട്രിയുടെ എക്സാമിന് വേണ്ടി തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ സാൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന പോർഷനിൽ എപ്പോഴും നമ്മൾ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ടോപ്പിക് ഉണ്ട്, നിങ്ങൾക്കറിയാം. സാൾട്ട് ഹൈഡ്രോളിസിസുമായി ബന്ധപ്പെട്ടിട്ടില്ലേ? എന്തായിരുന്നു, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക? ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു സാൾട്ട് തന്നിട്ട് നിങ്ങളോട് പറയാം ഇതിൻ്റെ സൊല്യൂഷനിൻ്റെ നേച്ചർ എന്താണ്, അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്നാണ് നമ്മളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സാൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആ ഒരു പോർഷൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട ഒരു കാര്യമുണ്ട്, സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ്, വീക്ക് ബേസ്. ഇവരാരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം, സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുമ്പോൾ HNO3, നൈട്രിക് ആസിഡ്, HCl, HBr, H2SO4 ഇവരെല്ലാവരും തന്നെ സ്ട്രോങ് ആസിഡ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയണം. ഇത് സ്ട്രോങ് ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ്. HNO3 സ്ട്രോങ് ആസിഡ് ആണ്, എന്നാൽ HNO2 എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡ് ആണ്. ആലോചിച്ച് വെച്ചോളൂ കേട്ടോ. അതുപോലെ HCl, HBr ഇതെല്ലാം സ്ട്രോങ് ആണ്, എന്നാൽ HF എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡ് ആണ്. HCN ഒരു വീക്ക് ആസിഡ് ആണ്. CH3COOH ഒരു വീക്ക് ആസിഡ് ആണ്. അതുപോലെ സ്ട്രോങ് ബേസസ് ആരാന്നറിയണം, NaOH, KOH ഇവരെല്ലാം സ്ട്രോങ് ബേസ് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് പഠിക്കാൻ വേറൊരു മാർഗ്ഗമല്ല, ഇത് നിങ്ങൾ ഇന്ന് മനസ്സിൽ 2-3 പ്രാവശ്യം വായിച്ചോളാം. അല്ലാതെ ഇത് കാണാതെ പഠിക്കല്ലാതെ വേറൊരു മാർഗ്ഗമൊന്നുമില്ല കേട്ടോ. സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡ്, വീക്ക് ബേസ് ആരാന്ന് നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കണം, കുറച്ച് സാൾട്ട് തന്നിട്ടുണ്ട്. ഈ സാൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷൻ നേച്ചർ അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്നാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നോക്ക്, NaCl എന്ന് പറയുന്ന ഒരു സാൾട്ട്, NaCN അമോണിയം നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്, KF ഇതെല്ലാം സാൾട്ടുകളാണ് കേട്ടോ. അതിൽ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. NaCl എന്ന് പറയുന്ന ഒരു സാൾട്ട്, നമ്മുടെ ഉപ്പില്ലടാ, ഉപ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷന്റെ നേച്ചർ എന്താണെന്നാ പറയുന്നത് കേട്ടോ. NaCl എന്ന് പറയുന്ന സാൾട്ട് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പോവാണ് കേട്ടോ. വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം OH മൈനസും H+ ആണ്. NaCl എന്ന് പറഞ്ഞാലോ Na+ഉം Cl- ആണെന്ന് നമുക്കറിയാം. Na+Cl- അതിൽ കാറ്റയോൺ ആരാടാ? Na+ എന്ന് പറയുന്നത് നമ്മുടെ കാറ്റയോൺ ആണ്, പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജുള്ള ആൾ വാട്ടറിൽ എവിടെ പോയിട്ട് ആരായിട്ട് കോമ്പിനേഷൻ നടക്കും? H+ആയിട്ടാണ് കോമ്പിനേഷൻ, OH- കോമ്പിനേഷൻ നടക്കുക. OH- അല്ലേ, മൈനസും പ്ലസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്താവും? NaOH ഉണ്ടാവും. അതുപോലെ Cl- എന്ന് പറയുന്ന ആനിയോൺ, Cl- എന്ന് പറയുന്ന ആനിയോൺ H+ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജുള്ള ആളുമായിട്ട് കോമ്പിനേഷൻ നടന്നിട്ട് ആരുണ്ടായിടാ? HCl ഉണ്ടായി. അപ്പോൾ നോക്കട്ടെ, അവിടെ NaOH-ഉം HCl-ഉം ആണ് ഉണ്ടായത്. NaOH-ന്റെ നേച്ചർ നമുക്കറിയാം, നമ്മുടെ ടേബിളിൽ നമ്മൾ കണ്ടല്ലേ. NaOH എന്ന് പറയുന്നത് സ്ട്രോങ് ബേസ് ആണ്, HCl എന്താണ്? സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടായി 2 പേരും സ്ട്രോങ് ആണ്. 2 പേരും സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ സൊല്യൂഷൻ എന്താണ്? ന്യൂട്രൽ ആയിരിക്കും. ആ സൊല്യൂഷൻ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. 2 പേരും എന്താണ്? സ്ട്രോങ് ആണെങ്കിൽ. 2 പേരും സ്ട്രോങ് ആണെങ്കിൽ ആ സൊല്യൂഷൻ ന്യൂട്രൽ ആണ്. ഇവിടെ നമുക്ക് പറയാം നോ ഹൈഡ്രോളിസിസ് എന്ന് പറയാം. അവിടെ എന്തില്ല? ഹൈഡ്രോളിസിസ് നടന്നിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി തന്നതാണ് കേട്ടോ. സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡ്സും ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് പറയാം നോ ഹൈഡ്രോളിസിസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കാം. NaCN എന്ന് പറയുന്ന സോൾട്ട് H2O ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷന്റെ നേച്ചർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. NaCN എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കാറ്റയോൺ ആരാടാ? Na+, Cn-, അതുപോലെ വാട്ടർ നമുക്കറിയാം OH- H+ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ Na+ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? OH- ആയിട്ട് കമ്പൈൻ ചെയ്യും. പ്ലസ് ആയിട്ടല്ലടാ കമ്പൈൻ ചെയ്യുക. അതുപോലെ Cn- ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? H+ ആയിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ കിട്ടുന്നത് ആരൊക്കെയാ? NaOH, Cn-ഉം H-ഉം, HCN. അപ്പം നമ്മുടെ ടേബിളിൽ നമ്മൾ കണ്ടു NaOH എന്താടാ? സ്ട്രോങ് ബേസാ. HCN എന്താ? വീക്ക് ആസിഡാ. ഇങ്ങനെ കിട്ടുന്ന സമയത്ത് മറ്റടുത്ത് 2 പേര് സ്ട്രോങ് ആയിരുന്നു അല്ലേ? ഇവിടെ നോക്ക്, ഒരാൾ സ്ട്രോങ്ങും ഒരാൾ വീക്കുവാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ആരാണോ നോക്കുക. സ്ട്രോങ് ആരാ? ബേസ് ആണ്. അതുകൊണ്ട് ആ സൊല്യൂഷൻ്റെ നേച്ചർ എന്തായിരിക്കും? ബേസിക് സ്വഭാവമുള്ളതായിരിക്കും. ബേസിക് സ്വഭാവമുള്ളതായിരിക്കും. സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് ആ സൊല്യൂഷൻ്റെ നേച്ചർ
ബേസിക് ആയിരിക്കും. അതുപോലെ NH4NO3 അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്ന സാൾട്ടിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ പോവാണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇല്ലേ, NH4+ എന്ന് പറയുന്നതാണ് അവിടുത്തെ കാറ്റിയോൺ. NH4+ എന്ന് പറയുന്ന കാറ്റിയോൺ OH മൈനസുമായിട്ട് കോമ്പിനേഷൻ നടക്കും, NO3 മൈനസും H+ഉമായിട്ട് കോമ്പിനേഷൻ നടക്കും. അപ്പോൾ കിട്ടുന്ന ആളാരാ നോക്കടാ, അമോണിയം ഹൈഡ്രോക്സൈഡും HNO3 ആണ്. അപ്പോൾ നോക്ക്, നമ്മുടെ ടേബിളിൽ നമ്മൾ കണ്ടു അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു വീക്ക് ബേസാണ്. വീക്ക് ബേസും സ്ട്രോങ് ആസിഡാണ്. HNO3 എന്താണ്, സ്ട്രോങ് ആസിഡാ. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം, സ്ട്രോങ് ആയിട്ടുള്ള ആളാരാണ്, ആസിഡാണ്. അതുകൊണ്ട് ആ സൊല്യൂഷൻ്റെ നേച്ചർ എന്തായിരിക്കും, അസിഡിക് നേച്ചർ ആയിരിക്കും. അസിഡിക് നേച്ചർ ആയിരിക്കും. അതുപോലെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കൂ, അമോണിയം അസറ്റേറ്റ് ആണിത് കേട്ടോ, CH3COO NH4+. ഇത് ഇയാളാണ് പ്ലസ് ചാർജ് ഉള്ളത്, ഇയാൾക്ക് മൈനസ് ചാർജാണ്. അപ്പോൾ നോക്കടാ, വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ H+ഉം OH- CH3COO- ആരുമായിട്ട് കോമ്പിനേഷൻ നടക്കും, H+ലെ മൈനസ് ചാർജ് ഉള്ള ആൾ പ്ലസ് ചാർജ് ഉള്ള ആളായിട്ട് കോമ്പിനേഷൻ നടക്കും. NH4+ OH- ആയിട്ട് കോമ്പിനേഷൻ നടക്കും. അപ്പോൾ കിട്ടുന്ന ആളാരാ, CH3COOH NH4+. നമുക്കറിയാം നമ്മുടെ ടേബിളിൽ ഇവർ രണ്ട് പേരും വീക്കാ, വീക്ക് ആസിഡുമാണ് വീക്ക് ബേസുമാണ് കിട്ടിയത്. അപ്പം നമ്മൾ എന്ത് പറയും, ഒരാൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അയാളുടെ നേച്ചറാന്ന് പറയാം, രണ്ടാൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്കത് ന്യൂട്രൽ ആണെന്ന് പറയാം. ഇവിടെ നോക്കടാ, രണ്ടും വീക്കാ. രണ്ടും വീക്കാണെങ്കിൽ നമുക്കിത് ന്യൂട്രലാന്ന് പറയാൻ പറ്റില്ല, ആസിഡിക് നേച്ചറാന്ന് പറയാൻ പറ്റില്ല, ബേസിക് നേച്ചർ ആണെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും. pH = 7+½ pKa - pKb യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന pH വാല്യൂവിനനുസരിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ സൊല്യൂഷൻ അസിഡിക് ആണോ ആ സൊല്യൂഷൻ ബേസിക് ആണോ എന്നുള്ള കാര്യം. pH <7 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ദിസ് സൊല്യൂഷൻ ഇറ്റ് വിൽ ബി അസിഡിക് നേച്ചർ. അല്ല, pH >7 ആണെങ്കിൽ നമുക്ക് പറയാം അതെന്തായിരിക്കും, ഒരു ബേസിക് സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. CH3COOHന്റെ pKa വാല്യൂ തരും, അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെയും pKa വാല്യൂ തരും. എന്നിട്ട് നമ്മളോട് പറയും അമോണിയം അസറ്റേറ്റിൻ്റെ സൊല്യൂഷൻ്റെ നേച്ചർ എന്താണെന്ന് കാണാൻ പറയും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതിയടാ, pH കാൽക്കുലേറ്റ് ചെയ്താൽ മതി. pH >7 ആണെങ്കിൽ നമുക്ക് പറയാം അത് ബേസിക് ആണ്, <7 ആണെങ്കിൽ നമുക്ക് പറയാം അത് അസിഡിക് ആണ്. ഈ ഒരു ടോപ്പിക്ക് നിർബന്ധമായിട്ടും പഠിച്ചോളാം. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്തായാലും നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്.